ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ ഭീഷണി ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. വെറും ഒരു യുദ്ധം എന്നതിലുപരി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇറാന്റെ കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപ് വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതോടെ അമേരിക്കയും സഖ്യകക്ഷികളും കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇതിനു മറുപടിയാണ് ട്രംപിന്റെ പുതിയ ശൈലിയിലുള്ള ഭീഷണി. വെറും 48 മണിക്കൂർ അതിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ പൂർണ്ണമായും ചാരമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഈ ഭീഷണിക്ക് പിന്നിൽ അമേരിക്കയുടെ ഭയമാണ് യഥാർത്ഥത്തിൽ. യുദ്ധം ആരംഭിച്ച് 4 ആഴ്ച പിന്നിടുമ്പോൾ അമേരിക്കൻ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴക്കുകയാണ്. ഇറാന്റെ പ്രതിരോധവും തിരിച്ചടിയും അമേരിക്ക പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ വാഷിംഗ്ടൺ ഇപ്പോൾ സ്വന്തം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പാടുപെടുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി വൈറ്റ് ഹൗസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന്റെ ഒരു പവർ പ്ലാന്റ് പോലും തൊടാൻ അമേരിക്ക മുതിരരുത്. അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും ഇസ്രായേലിന്റെയും വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്നാണ് ഇറാൻ സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഞങ്ങളെ ഇരുട്ടിലാക്കിയാൽ ഈ പ്രദേശം മുഴുവൻ ഇരുട്ടിലാകും എന്നാണ് ഇറാന്റെ നിലപാട്. തകർക്കപ്പെടുന്ന ഓരോ നിലയവും പുനർനിർമ്മിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നും IRGC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളെ എതിർക്കുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും ഹോർമൂസ് അടച്ചിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് തൻ്റെ സഖ്യകക്ഷികളായ തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് കൂടിയായിരുന്നു. തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ സാധാരണയായി അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ എതിർക്കാറില്ല. എന്നാൽ ഇത്തവണ അവൽ കൈമലർത്തിയിരിക്കുന്നു. വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരാജയമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അടിയന്തരമായി ആയുധങ്ങൾ എത്തിക്കാൻ ട്രംപ് സഹായം തേടിയിരുന്നു. കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ താവളങ്ങളോ ആകാശ പരിധികളോ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. യുദ്ധത്തിന്റെ ഭാഗമാവാൻ തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ. അമേരിക്കൻ ആധിപത്യത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണിത്. ചൈനയുടെയും റഷ്യയുടെയും ഇറാനുമായുള്ള അടുപ്പവും സ്വന്തം രാജ്യത്തെ സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കാനാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. യുദ്ധം 4ാം വാരത്തിലെത്തുമ്പോൾ ചിത്രം വ്യക്തമാണ്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചിരിക്കുന്നു. ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയാതെ, ഇറാനെ തകർക്കാൻ കഴിയാതെ, സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ട്രംപ് പൂർണ്ണമായും പ്രതിരോധത്തിലാണ് ഇപ്പോൾ. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പാടുപെടുന്ന അമേരിക്കയ്ക്ക് ഈ യുദ്ധം വലിയൊരു ബാധ്യതയായി മാറുകയാണ്. 48 മണിക്കൂർ ഇത് വെറും ഒരു അന്ത്യശാസനമല്ല, മറിച്ച് അമേരിക്കയുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ വാർ മാത്രമാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.